മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആർട്ടിസ്റ്റ് സുനിൽ കുളനട. കഴിഞ്ഞ പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒരു കുക്കറി ഷോയോ ഒരു സിനിമയോ ടൂർ ബ്ലോഗോ കാണുന്ന താല്പര്യം ഏത് തരത്തിലുള്ള പഠനമാണെങ്കിലും നിങ്ങൾക്ക് അതിന് ഉണ്ടാകുന്ന താല്പര്യം ഇതിലുണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം. അത് കാണുന്ന ലാഘവത്തോടു കൂടി നമ്മൾ ഇത് കാണാൻ പാടില്ല. അങ്ങനെ ഒരു അപേക്ഷ എനിക്ക് ഈ അവസരത്തിൽ ഉണ്ട്. കാരണം ഞാൻ അത്രമാത്രം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷയാണ്. നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ സ്റ്റെപ്സുകൾ എങ്ങനെ ജോയിൻ ചെയ്ത് ഒബ്ജക്റ്റുകൾ നിർമ്മിക്കാം എന്നതായിരുന്നു നിങ്ങൾ പഠിച്ചത്. അത് നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം നമുക്ക് ഇത്തവണ പഠിക്കാനുള്ളത് ലീവ്സ് എങ്ങനെ ഈ സ്റ്റെപ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു, അതുകൊണ്ട് എങ്ങനെ ലീവ്സ് ഉണ്ടാക്കാം എന്നത്. നമ്മൾ പറഞ്ഞു ഒരു പ്രധാന സ്റ്റെപ്പാണ് 6th സ്റ്റെപ്പ് എന്ന്. ആ 6th സ്റ്റെപ്പ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന നമുക്കറിയാവുന്ന 6th സ്റ്റെപ്പ്. അപ്പോൾ ആ 6th സ്റ്റെപ്പ് ഉപയോഗിച്ച് ലീവ്സ് അതിനെ കുറെ കൂടെ നമ്മൾ വിപുലീകരിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ ലീഫിൻ്റെ ഒരു ഫോം. ഇപ്പം ലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള, ഇപ്പം നീളത്തിലുള്ളതും ഉരുണ്ട തരത്തിലുള്ളതും ഏത് തരത്തിലുള്ള ലീവ്സിനും നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് ആക്കിയെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു ഉദാഹരണം, ഇത്തരം ലീഫ് നമ്മൾ കണ്ടു. ഇതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഇത് 6th സ്റ്റെപ്പ്, ഇത് 5th സ്റ്റെപ്പ്, 5th അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ തരത്തിലെ ലോങ് ലീഫ് വേണമെങ്കിൽ നമുക്ക് അത് ലോങ് ലീഫ് ആക്കിയെടുക്കാം. അതേപോലെ അത് നമ്മളോട് ഇത്തരത്തില് അങ്ങനെ ഇത്തരത്തിലുള്ള ലീവ്സും നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് ആ സ്റ്റെപ്സ്. ആ 6th സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ലീവ്സിന് മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു കണ്ണ് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ബേസ് വേണ്ടത് ഈ സ്റ്റെപ്പാണ്, ഈ 6th സ്റ്റെപ്പാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഇതിന് മാത്രമൊന്നല്ല, പലതരത്തിലും നമ്മൾ ചിത്രരചനയിൽ പല ഭാഗങ്ങളിലായിട്ടിത് ആവശ്യമായിട്ട് വരും. അതേപോലെ ഇനിയും അടുത്തതാണ് നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെ ഇതിനെ സ്വാധീനിക്കുന്നു എന്നത് നോക്കാം. ഫ്ലവേഴ്സ് സ്വാധീനിക്കുന്നത് ഫ്ലവേഴ്സിന് ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഒരു കോമൺ ഫ്ലവർ, ഒരു സാധാരണ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇന്ന് നമുക്ക് ഇതേ തന്നെ
ഇത്തരത്തിലും ഒരു ഫ്ലവറിൻ്റെ അത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 ഇത് 9th സ്റ്റെപ്പ് 9 അങ്ങനെ അത് ജോയിൻ ചെയ്ത് ഇവിടെ നമുക്ക് ഒരു ബഡ് വരയ്ക്കണം. അവിടെ 6th സ്റ്റെപ്പ്, ഇത് 5th പാർട്ട് 9 ഇതൊക്കെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഇതിൻ്റെ പാർട്ട് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ളത് ആ 6th സ്റ്റെപ്പാണ്. സെൻട്രൽ പാർട്ട് വന്നിരിക്കുന്നത് മെയിനായിട്ട് 6th സ്റ്റെപ്പാണ് വന്നിരിക്കുന്നത്. ഇനിയും നമുക്ക് ഇതെല്ലാം ഒരു റോസ് വരയ്ക്കാമെന്ന് വെച്ചാലോ, ആ റോസിൻ്റെ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടിടുന്നത് ഇങ്ങനെ, ആ 6th സ്റ്റെപ്പ് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് ഇൻസൈഡ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ലീവ്സും ഫ്ലവറും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ആപ്പിൾ വരയ്ക്കാം. ഇത് 8th സ്റ്റെപ്പിൻ്റെ പാർട്ടാണ്. 8th സ്റ്റെപ്പ് ട്രയാങ്കിൾ എന്നാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം ഇത് സെമി സർക്കിളാണ് എന്നുള്ളത് 9th സ്റ്റെപ്പ്. എന്നാൽ നമ്മളൊരു സ്ട്രോബറി വരയ്ക്കും. ഒരു സ്ട്രോബറി വരയ്ക്കാൻ നോക്കിയുള്ളൂ. നമ്മൾ ട്രയാങ്കിളാണ് ഇട്ടായിരുന്നത്. ട്രയാങ്കിൾ വന്നതിന് ശേഷം ആ ട്രയാങ്കിൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 2 അവിടെ ഉപയോഗിക്കുന്നു. അതേപോലെ നമുക്ക് വേറൊരു ബനാന വരച്ചാലും ഇതാ 9th സ്റ്റെപ്പിൻ്റെ പാർട്ടായിട്ട്, സോറി 6th സ്റ്റെപ്പിൻ്റെ പാർട്ടായിട്ട് വരുന്നു. ഇനി നമുക്ക് മാംഗോ നോക്കാം. ഇതിന് ആ സെമി സർക്കിള്, ഈ പാർട്ട്, ഇതിൻ്റെ ഒരു പാർട്ട്, അങ്ങനെ സ്റ്റെപ്സിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയും അടുത്ത ഉള്ളത് വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസിന് അതെങ്ങനെ സ്റ്റെപ്പിനെ സ്വാധീനിക്കുന്നു എന്നതാണ്. ഇതെല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പെൻസിൽ കൊണ്ട് തന്നെ വരച്ച് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. സ്റ്റെപ്പുകൾ എങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നു. നമുക്കറിയാത്ത ട്രയാങ്കിൾ അവിടുന്ന് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതല്ല, ഇത് ശരിയായ വിധമല്ല, ഇങ്ങനെ ആകരുത്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്യരുത്, തിരിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലേഡീസ് ഫിംഗർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രയാങ്കിളിൽ കൂടിയാണ് നമ്മൾ ലേഡീസ് ഫിംഗർ. നമുക്കിപ്പോൾ ഒരു
പാട്രോണിൽ ഹാഫ് പീസ് വരയ്ക്കണമെങ്കിൽ തന്നെ നമ്മളത് അവിടെ യൂസ് ചെയ്യുന്നത് 9th സ്റ്റെപ്പ് അവിടെ നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ നമുക്ക് ഒരു ബ്രിഞ്ചർ വരയ്ക്കണമെങ്കിൽ ഇവിടെ നമ്മൾ 5th സ്റ്റെപ്പ് യൂസ് ചെയ്യും. 9, 5th, ഇത് 9, 5th, 9 അങ്ങനെ ഉപയോഗിച്ചു. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ബീൻസ് വരയ്ക്കണമെന്ന് നോക്കാം. ബീൻസ് വരയ്ക്കാൻ ഇത് നമ്മൾ 5th സ്റ്റെപ്പാണ് ഉപയോഗിച്ചത്. 5th സ്റ്റെപ്പ് ഉപയോഗിച്ച് ആണ് അത് ചെയ്തത്. ഇനി അതേപോലെ തന്നെ ചില്ലി വേണമെങ്കിൽ വരയ്ക്കാം. ചില്ലിക്ക് നമ്മൾ ഇങ്ങനൊരു അങ്ങനെ നമുക്ക് ചില്ലി. ഇനി നമുക്ക് മുൻപ് പഠിച്ച ഒബ്ജക്റ്റുകളിലേക്ക് തന്നെ വീണ്ടും വരാം. ഞാനത് പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരച്ച് കാണിച്ചു തരാം. കാരണം പെൻസിലാകുമ്പോൾ ഫ്രീ ആയിട്ട് വരയ്ക്കാനും നമുക്ക് കഴിയും. നിങ്ങളും പെൻസിൽ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാനും പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരച്ച് കാണിച്ചു തരാം. എങ്കിലേ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വരച്ചു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നമുക്ക് നോക്കാം. ബൗൾ വരച്ച് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അത് നമ്മൾ ഒന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് കരുതുന്നു. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്കെലിറ്റൻ. ഇത് ഒബ്ജക്റ്റുകളുടെ സ്കെലിറ്റൻ മാത്രമേ ആയിട്ടുള്ളൂ. ഏകദേശം രൂപരേഖ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിനെ ഇനിയുമാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. അതിന് കളർ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അതിന് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ ചിത്രങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. അതിന് മുമ്പായി ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നോക്കാം.
ഇനി നമുക്ക് വെജിറ്റബിൾസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എഴുത്തുങ്കൽ, പൊട്ടറ്റോ, ടൊമാറ്റോ. ഇനി നമുക്ക് ഇങ്ങനെ നമുക്ക് വെജിറ്റബിൾസും വരയ്ക്കാവുന്നതാണ്. ഇനി ചിത്രരചനയുടെ മറ്റൊരു കാര്യം കണ്ടുപിടുത്തം ആണ്. ഞാൻ വരയ്ക്കുമ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ അത് അവസാനിക്കുന്നു എന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, അത് നോക്കിയിരിക്കുക. അതുതന്നെയാണ് കണ്ടുപിടുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കണ്ടുപിടുത്തം എന്നത് 80% നമ്മൾ കണ്ട് ആണ്, ചിത്രം വരയ്ക്കുന്നത് കണ്ട് ആണ് പഠിക്കുന്നത്. 20% ബാക്കി വരുന്ന 20% മാത്രം നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഈ കണ്ടു പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ഒബ്സർവേഷൻ എന്താണ്? ഒബ്സർവേഷൻ എന്നത് നിരീക്ഷണ പാഠവം ആണ്. നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്താണ് നിരീക്ഷണ പാഠവം. സർഗവാസന വളർത്തിയെടുക്കുന്നതോടൊപ്പം നിരീക്ഷണ പാഠവും വളർത്തിയെടുക്കാം എന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാഠഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചതുമാണ്. അപ്പോൾ എങ്ങനെ ഒരു നിരീക്ഷണ പാഠവും വളർത്തിയെടുക്കാം എന്നതുപോലെ തന്നെയാണ് ഒബ്സർവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അതിൻ്റെ സൂക്ഷ്മാംശത്തെ നിരീക്ഷിക്കുക എന്നതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റിലോ വെജിറ്റബിൾ മാർക്കറ്റിലോ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സാധാരണ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ആപ്പിള്, മുന്തിരി എന്നിവ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അടുക്കി വെച്ച് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അവിടെ ചെല്ലുകയാണെങ്കിൽ അയാൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? അയാൾ ആദ്യം അത് ശ്രദ്ധിക്കുന്നത് ആപ്പിള് ചീത്തയായിട്ടുണ്ടോ, അത് കിലോയ്ക്ക് എന്ത് വിലയാവും, അല്ലെങ്കിൽ അതിൻ്റെ എത്ര തൂക്കം അയാൾ തൂക്കുന്നുണ്ട്, കൃത്യമായിട്ടാണോ അളവ്, എന്ത് വില വരും എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഈ സാധാരണക്കാരനായ ആളിൻ്റെ ചിന്ത, മനസ്സിലെ ചിന്ത അതായിരിക്കും. എന്നാൽ മറ്റു ചിലർ അവിടെ അതേ സ്ഥാനത്ത് തന്നെ ഈ സാധനം വാങ്ങുവാൻ എത്താറുണ്ട്. അത്തരക്കാർ അവർ ആദ്യം ചിന്തിക്കുന്നത് എത്ര ഭംഗിയായിട്ട് അവർ ആ ഫ്രൂട്ട്സ് അടുക്കി വെച്ചിരിക്കുന്നു എന്നതാണ് അവൻ ആദ്യം ചിന്തിക്കുന്നത്. ആദ്യം അവർ അത്തരക്കാർ ശ്രദ്ധിക്കുന്നത് എത്ര ഭംഗിയായിട്ട് ആ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അടുക്കി വെച്ചിരിക്കുന്നു, കടയിൽ അടുക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. പിന്നീട് അവൻ മുന്തിരിയോ മറ്റ് ഫ്രൂട്ട്സുകളിലോ വന്നിരിക്കുന്ന ചിത്രശലഭത്തെ ആണ് ശ്രദ്ധിക്കുന്നത്. അവൻ ചിത്രശലഭത്തെ ശ്രദ്ധിക്കും, അതിൻ്റെ കളറുകൾ അവൻ മനസ്സിലാക്കും, അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നീട് ഒരു ഫ്രൂട്ട്സിൻ്റെ ആകൃതി, അതിൻ്റെ ഒരു ഫ്രൂട്ട്സ് കയ്യിലെടുത്ത് അതിനെ വിശദമായി തിരിച്ചും മറിച്ചും നോക്കി നിരീക്ഷിച്ച്
അത് അതിൻ്റെ ആകൃതിയെയും പ്രകൃതിയെയും കൃത്യമായി മനസ്സിലാക്കുകയും ഹൃദിസ്ഥമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സൂക്ഷ്മാംശത്തെ മനസ്സിലാക്കുക എന്നത്. അതായത് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത്തരക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അയാൾക്ക് ആർട്ട് മൈൻഡ് ഉള്ള ആളാണ്, ആർട്ടിസ്റ്റാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതാണ്, മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒബ്സർവേഷൻ ഒരു പ്രധാന കാര്യമാണ്. നിരീക്ഷണ പാടവം. നിരീക്ഷണ പാടവത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി ഹൃദിസ്ഥമാക്കി വെക്കാൻ കഴിയുള്ളൂ. ഈ ഹൃദിസ്ഥമാക്കി വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് പേപ്പറിൽ കൃത്യമായി വരച്ച് ഉണ്ടാക്കിയെടുക്കുവാൻ പിന്നീട് കഴിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും ഇനി മുതൽ കൃത്യമായി ഒരു വസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ, അതിനെ കാണുമ്പോൾ നമ്മൾ കണ്ട മാത്രയിൽ തന്നെ അതിൻ്റെ ഫോട്ടോ നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലേക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക, സൂക്ഷിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ കാണുകയാണെങ്കിൽ, നിങ്ങൾ പ്രത്യേകതയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ടിട്ടുള്ളതോ ഇനി കാണാൻ ഉള്ളതോ ആയ ഏത് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചുള്ള നിങ്ങളുടെ ഭാവനയിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു സംഗതിയാണെങ്കിൽ പോലും അതിൻ്റെ സൂക്ഷ്മാംശത്തെ പരിശോധിച്ച് നിങ്ങൾ അത് പേപ്പറിലോ നിങ്ങളുടെ മീഡിയത്തിലേക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നു. അത് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു ലെവൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ആ ഒരു ലെവലിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പരിശീലനം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വസ്തുവിനെ കണ്ടാലും നിരീക്ഷിക്കുക, നിരീക്ഷണം, സൂക്ഷ്മാംശം മനസ്സിലാക്കുക എന്നതാണ് ഒരു ആർട്ടിസ്റ്റിന് ആദ്യം വേണ്ട ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഇനി ഇതുവരെ നമ്മൾ പഠിച്ചത് ഒബ്ജക്റ്റുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ഇതിൻ്റെ രൂപരേഖ വരയ്ക്കാൻ മാത്രമാണ്. അപ്പോൾ ഈ രൂപരേഖ വരച്ച് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ അപ്പോൾ നിങ്ങളോട് പറഞ്ഞു, അതിൻ്റെ സ്കെലിറ്റൻ രൂപം മാത്രമേ, നമ്മുടെ ബോഡിയിലെ സ്കെലിറ്റൻ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു രൂപം മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഷെയ്ഡ് ചെയ്യാനുണ്ട്, പെയിൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ കൂട്ട് തന്നെ അതിനിയും മജ്ജയും മാംസവും എല്ലാം പിടിപ്പിച്ചതിന് ശേഷം പൗഡർ ഇട്ട് മിനുക്കി കണ്ണെഴുതി പൊട്ടുതൊട്ട് എല്ലാം കൃത്യമായി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഒബ്ജക്റ്റുകൾ, ഈ നമ്മൾ വരച്ചിരിക്കുന്ന രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്ന ഈ തിങ്സിന് എല്ലാം നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ചിത്രപരിചയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു നൈഫ് വർക്കാണ്. ഇത് ഒരു ഓയിൽ പെയിൻറ്റിൽ ചെയ്ത ഒരു ചിത്രമാണ്. ഹിന്ദുക്കളുടെ പുണ്യസ്ഥലമായ കൈലാസ പർവ്വതം, അവിടെ അടുത്തുള്ള ഒരു തടാകമുണ്ട്. അത് മാനസ സരോവരം എന്ന് പറയുന്ന തടാകവും ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ കളർ പോലെ കാണുന്നിരിക്കുന്ന ഭാഗങ്ങൾ ടിബറ്റിലെ ഒരു പ്രത്യേകതയുണ്ട്. സന്ദർശനത്തിൽ എത്തുന്നവർ എല്ലാവരും തോരണം അവിടെ വലിച്ചു കെട്ടുന്ന ഒരു പല തരത്തിലുള്ള തോരണം വലിച്ചു കെട്ടുന്നതായിട്ടുണ്ട്. അപ്പം അങ്ങനെ സന്ദർശകർ ഉപേക്ഷിച്ച് പോയ തോരണത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ്, അതാണ് പ്രത്യേകത. അത് എങ്ങനെ ഓയിൽ പെയിൻറ്റിൽ തന്നെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്ത ചിത്രമായിട്ട്. നിങ്ങൾക്ക് ഇത് അടുത്ത് കാണുമ്പോൾ അറിയാം, റഫായിട്ട് കുറച്ച് റഫായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. സാധാരണ സ്മൂത്ത് ആയിട്ടുള്ള പ്രതലമല്ല, പെയിൻറ്റിങ് നമ്മൾ കാണുമ്പോൾ സ്മൂത്തായിട്ടുള്ള പ്രതലത്തിൽ ആണ് കാണുന്നത്. എന്നാൽ ഇത് വളരെ റഫായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പെയിൻറ്റിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ റഫായിട്ടുള്ള തിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് പാലറ്റ് നൈഫ് ആണ്.
പാലറ്റ് നൈഫ് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു. ഈ പാലറ്റ് നൈഫ് ഇതാണ് പാലറ്റ് നൈഫ്. ഈ നൈഫിന് ഈ ഹാൻഡിലുണ്ട്. ഹാൻഡിൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഓരോ അല്പമായിട്ട് ഓയിൽ പെയിൻറ്റ് എടുത്ത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായ സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതിന് ഏതൊക്കെ പെയിൻറ്റുകൾ ഉപയോഗിക്കാമെന്നും എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ഈ പഠന ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുകയും വേണം. അടുത്ത പാഠഭാഗത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.